കേരളത്തിൽ വോട്ടിംഗ് തുടരുകയാണ്. രാവിലെ മുതൽ ബൂത്തുകളിൽ വലിയ ക്യൂ, വലിയ നിര അനുഭവപ്പെടുന്നു. ന്യൂസ് ഫ്ലോറിൽ നിന്ന് ഗോപി കൃഷ്ണൻ കൂടി ചേരുന്നു. ഗോപി, വലിയ കാര്യമായ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട് വിവിധ മേഖലകളിൽ. ഇത് ഇരുമുന്നണികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട കണക്കുകൂട്ടലിലേക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായത്. എങ്കിലും ചില ട്രെൻഡുകളെങ്കിലും വ്യക്തമാകുന്നുണ്ടോ ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനങ്ങൾ കണക്കുകൂട്ടുമ്പോൾ? രഞ്ജിത്ത്, നമുക്ക് ഇത് ഇപ്പോൾ സമയം 1 മണിയോട് അടുക്കുന്നു. 12 മണിക്കാണ് ഔദ്യോഗികമായിട്ട് ഉള്ള ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായിട്ടുള്ള ശതമാന കണക്ക് പറഞ്ഞത്. ഒരു ശതമാനം വെച്ചിട്ട് നമ്മൾ അതിന്റെ ട്രെൻഡ് നോക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ലെങ്കിലും ഏറ്റവും ശക്തമായ പോരാട്ടം നടന്നിടത്തൊക്കെ വലിയ തോതിൽ പോളിംഗ് നടക്കുന്നു. ഉദാഹരണത്തിന് പത്തനംതിട്ട എടുക്കാം. പത്തനംതിട്ടയിൽ വളരെ ശക്തമായ പോളിംഗ് 37%. പത്തനംതിട്ട, വടകര, കോട്ടയം, വയനാട് ഈ 4 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. അത് തന്നെ പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി 40%, പൂഞ്ഞാർ 38%. ശ്രദ്ധിക്കണം, ഈ രണ്ട് ഇടങ്ങളും. പൂഞ്ഞാർ 38, തിരുവല്ല 34, റാന്നി 37, ആറന്മുള 36. ഇത്തരത്തിൽ പത്തനംതിട്ടയിൽ അതിശക്തമായ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ പോളിംഗ് പാറ്റേൺ ഒന്ന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാവിലെ 8 മണി വരെ 3% രേഖപ്പെടുത്തുന്നത്, 9 മണി വരെ 5%. ഈ ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടപോലെ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങൾ അതൊക്കെ ഈ സ്ഥലത്തുണ്ടായിരുന്നു. പാലക്കാട് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 1 മണിക്കൂറോളം ക്യൂ നിന്ന ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പം നീണ്ട വരികൾ ഉണ്ടായിരുന്നു ചില പ്രായോഗിക പ്രശ്നങ്ങൾ കാരണം. ഈ 8 മണി വരെ 9 മണി വരെ 5% നിന്നത് പിന്നെ 11 മണിക്ക് 21% കാണിക്കുന്നത്. അതായത് ഈ മണിക്കൂറുകളിൽ അതിശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ മണിക്കൂറിൽ തന്നെ കൃത്യമായി എല്ലാവരെയും പോൾ ചെയ്യിപ്പിക്കുക എന്ന മുന്നണികളുടെ തന്ത്രം അല്ലെങ്കിൽ മുന്നണികളുടെ രീതി ആദ്യ മണിക്കൂറുകളിൽ നടന്നിട്ടുണ്ട്. അടുത്ത 1 മണിക്കൂറിലേക്ക് പോകുമ്പോൾ 7% വർധനവാണ്. അപ്പൊ ആദ്യത്തെ ഓരോ മണിക്കൂറും 3%, പിന്നെ 7ഉം 9ഉം ഒടുവിൽ 12 മണിക്ക് വരുമ്പോൾ 31% കിടക്കുന്നു. 12 മണിയോടുകൂടി 8% വർധന. ഓരോ മണിക്കൂറുകളിലും 8 മുതൽ 10% വർധന എന്ന് പറയുന്നത് ശക്തമായ പോരാട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. വളരെ കുറച്ച് കാണിക്കുന്ന ചില ഇടങ്ങളേ ഉള്ളൂ. ഒന്ന് എറണാകുളത്തിന്റെ പതിവ് രീതി ഇങ്ങനെ തന്നെയാണ്. ശതമാന കണക്കുകൾ നോക്കുകയാണെങ്കിൽ പൊന്നാനി കുറവാണ്. പൊന്നാനിയുടെയും പതിവ് രീതി ഇങ്ങനെ തന്നെയാണ് ശതമാന കണക്കുകൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇത് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. ആദ്യ മണിക്കൂറുകളിൽ പരമാവധി ആൾക്കാരെ വോട്ട് ചെയ്യിപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം ബാക്കി വരുന്നവർ ആരൊക്കെ ഇനി വോട്ട് ചെയ്യാനുണ്ട് അവരെ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുക. ഇത് തന്നെയാണ് പാർട്ടികളും മുന്നണികളും സ്വീകരിക്കുന്ന രീതി. അതുകൊണ്ട് പ്രധാനപ്പെട്ട വോട്ടുകൾ, കേഡർ വോട്ടുകൾ ആദ്യ മണിക്കൂറുകളിൽ ഉറപ്പിച്ചു എന്ന് പറയാം. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ചില മേഖലകൾ, ന്യൂനപക്ഷ മേഖല. പത്തനംതിട്ടയുടെ ന്യൂനപക്ഷ മേഖലയിൽ അതിശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു. അതാർക്ക് എന്നുള്ളത് മുന്നണികൾ ഡിഫൈൻ ചെയ്യട്ടെ. പക്ഷേ അവിടെ അതിശക്തമായ പോളിംഗ് രേഖപ്പെടുന്നു. കൂടാതെ വയനാടാണ് ഇപ്പോൾ പത്തനംതിട്ട കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്ന മറ്റൊരിടം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്രമാത്രം കൂട്ടണം എന്ന് ഒരു ഭാഗം പറയുന്നു, മറുഭാഗത്ത് ശക്തമായ പോരാട്ടമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഓരോ വോട്ടും അവിടെ നിർണായകമാണ്. വയനാടും സാധാരണ രീതിയിൽ ഏകദേശം ഈ 12 മണിയാകുമ്പോൾ തന്നെ 32-33% വരാറുണ്ട്. എന്നാലും 35 മണിക്കൂറുകളിൽ 12 മണി വരെ കാണാനുണ്ട് എന്ന് വ്യക്തം. ഇനി 12 മണി കഴിയുമ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും എത്രമാത്രം ശക്തമായ പോരാട്ടമായിരുന്നു എന്ന് ബൂത്തുകളിൽ കാണിക്കുന്നു, വോട്ടർമാർ കാണിക്കുന്നു. തിരുവനന്തപുരത്ത് കിരണാണ് ഇനി നമ്മളോട് കൂടെ ചേരുന്നത്. കിരൺ, തിരുവനന്തപുരത്തിന്റെ ഒരു പാറ്റേൺ ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ രീതി, ഈ പ്രാവശ്യത്തെ രീതി, പിന്നെ ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തുന്നത്? കിരണിന്റെ ഒരു അനുഭവജ്ഞാനം വെച്ചിട്ട് അതിന്റെ ഒരു ഗതി എങ്ങനെയാണ്? ഗോപി, തിരുവനന്തപുരത്തെ പതിവിനേക്കാൾ വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത്. തീരദേശ മേഖലയിലെ മണ്ഡലങ്ങളിലാണ് സാധാരണഗതിയിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നത്. നഗരമണ്ഡലങ്ങളിലെ പോളിംഗ് താഴ്ന്നു നിൽക്കും. അത് ആ പതിവ് ഇത്തവണയും അങ്ങനെ തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് ഔദ്യോഗിക കണക്കനുസരിച്ച് 12 മണിയുള്ള കണക്കനുസരിച്ച് 33.62% വോട്ടിംഗ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നത് പാറശാലയിലാണ്. പാറശാലയിൽ 37.16% വോട്ട് കടന്നു. തൊട്ടു പിന്നാലെ നെയ്യാറ്റിൻകരയുണ്ട്. നെയ്യാറ്റിൻകരയിൽ 36.26% വോട്ടിംഗ് നടന്നു. ഏറ്റവും കുറവ് നടന്നത് കഴക്കൂട്ടത്താണ്. അത് 30.89% വോട്ടിംഗ് ആണ് നടന്നത്. നമ്മൾ തീരദേശ മേഖലയിലാണ് പ്രധാനമായും സഞ്ചരിച്ചത്. ഈ തീരദേശ മേഖലയിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലെല്ലാം തന്നെ, ബൂത്തുകളിലെല്ലാം തന്നെ വലിയ ക്യൂ ഉണ്ട്. തീരദേശ മേഖലയിലെ ഈ സ്കൂളിലടക്കം നിൽക്കുന്നത്, വലിയതര സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്, സെന്റ് ആന്റണീസിലാണ് നിൽക്കുന്നത്. ഇവിടെ അടക്കം ഇപ്പോൾ പോളിംഗ് ഏകദേശം 40% കടന്നിരിക്കുകയാണ്. ഈ തീരദേശ മേഖലയിൽ പൊതുവേ തന്നെ നേരത്തെ തന്നെ ഇത്തരം പോളിംഗ് ശതമാനത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്താറുണ്ട്. പതിവിന് വ്യത്യസ്തമായി മുൻ കാലങ്ങളിലെ പോലെ തന്നെ ഇത്തവണയും
വലിയ പ്രചരണമാണ് അവസാന ഘട്ടങ്ങളിലടക്കം തീരദേശ മേഖലയിൽ നടന്നത്. തീരദേശ മേഖല കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ്. കഴിഞ്ഞ തവണ ശശി തരൂരിന് വിജയം സമ്മാനിച്ചത് തീരദേശ മേഖലയുടെ വോട്ടാണ്. ഈ 3 മേഖലയിൽപ്പെടുന്ന മണ്ഡലങ്ങളിലെ വോട്ടാണ് പ്രധാനമായും വിജയം സമ്മാനിച്ചത്. ഇത്തവണയും അതുകൊണ്ട് തന്നെ കോൺഗ്രസും ആ തരത്തിലുള്ള ശക്തമായ വർക്കാണ്, പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിജയ ശതമാനം പരമാവധി കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് LDFും അതോടൊപ്പം തന്നെ BJP നടത്തിയത്. ഈ 3 പാർട്ടികളുടെയും അതിശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം താഴെത്തട്ട് മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ നടന്നിരുന്നു എന്ന് വ്യക്തമാണ്. പോളിംഗ് ബൂത്തുകളിലെല്ലാം കാണുന്ന ഈ വലിയ നിര ഇതിനോട് വെളിവാക്കുന്നു. അതോടൊപ്പം തന്നെ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾ ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് എത്തേണ്ടത്. അവർ കൂടി എത്തുന്നതോടുകൂടി തന്നെ ഈ തീരദേശ മേഖലയിൽ പോളിംഗ്, നഗരമേഖലയിൽ അല്പം കുറഞ്ഞു നിന്നാലും തീരദേശ മേഖലയിലെ പോളിംഗ് ശതമാനം ഉയർന്നു തന്നെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. കിരൺ, സാധാരണ രീതിയിൽ ഈ തീരമേഖലയിലെ പോളിംഗ് അല്ലെങ്കിൽ തീരമേഖലയിലെ വോട്ട് അത് UDFന് അനുകൂലമായി പോകുന്നു എന്ന ഒരു രീതിയുണ്ട്. ഈ തീരമേഖലയിലെ വോട്ടിംഗ് ശതമാനം കൂടുന്ന, ഇപ്പം കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ തീരമേഖലയിലെ വോട്ട് UDFന് പോകാതിരിക്കാനുള്ള പരമാവധി ശ്രമം ബാക്കി 2 മുന്നണികളും നടത്തിയിരുന്നു. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ കാലത്ത് നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം തീരമേഖലയിലെ വോട്ടിംഗ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ? ഗോപി, നേരത്തെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വലിയ പ്രത്യേകത തീരമേഖലയിലുള്ള, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം പോലും എടുത്താൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ തീരമേഖലയിലുള്ള ബൂത്തുകളിൽ പോളിംഗ് ശതമാനം ഉയർന്നിരിക്കും. അത് മുൻകാലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ആ പതിവ് ഉള്ളത് തന്നെയാണ്. ഈ തീരമേഖലയിൽ ഇത്തവണ അതിന് പ്രത്യേകത ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ 7 നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ 4ഇടത്തും ശശി തരൂർ 2ാം സ്ഥാനത്തായിരുന്നു, 4ഇടത്തും 1ാം സ്ഥാനത്തെത്തിയത് O രാജഗോപാലായിരുന്നു. ഈ O രാജഗോപാൽ 4ഇടത്ത് നേടിയ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ശശി തരൂരിന് കഴിഞ്ഞത് ഈ 3 മണ്ഡലങ്ങളിലേക്ക്, തീരദേശ മേഖലയിലെ ഈ 3 മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് മറികടക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ഈ തീരദേശ വോട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാന നിമിഷം സാധാരണ AK ആന്റണി മാത്രമാണ് ഇവിടെ റോഡ് ഷോ നടത്തുന്നത്. ഈ തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പ്രത്യേകം റോഡ് ഷോ ഇവിടെ നടത്തിയത് തന്നെ തീരദേശ മേഖല പരമാവധി ഇളക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ്. റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് ചില വൈകാരിക പ്രശ്നമായി തന്നെ തീരദേശ മേഖലയിൽ ചിലയിടത്തെങ്കിലും ബാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ LDFും NDAയും പ്രധാനമായും കാണുന്നത്, LDF കാണുന്നത് തീരദേശ മേഖലയിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം ചെറുതാണ്. രണ്ടുപേർക്കും തുല്യ ശക്തി ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അല്പം പിന്നിൽ പോയത് 2ാം സ്ഥാനത്തെത്തിയത് LDF ആണ് ഈ മേഖലയിൽ. ഇത് 1ാം സ്ഥാനത്തെത്തുക എന്നുള്ള വർക്കാണ് LDF നടത്തുന്നത്. അപ്പോൾ NDA നടത്തുന്നത് അങ്ങനെയല്ല. NDAയെ സംബന്ധിച്ച് ഇവിടെ 1ാം സ്ഥാനത്തെത്തുക എന്ന് പറയുന്നത് അവർക്ക് അസാധ്യമാണെന്ന് ഏറെക്കുറെ ഉറപ്പുണ്ട്. അത്രത്തോളം മറ്റ് 2 പാർട്ടികൾക്ക് അത്രത്തോളം സ്വാധീനമുള്ള മണ്ഡലമാണ്. അല്ലെങ്കിൽ BJPക്ക് അത്തരത്തിലുള്ള സ്വാധീനമില്ല. അവർ പരമാവധി പരിഹരിക്കുന്നത് ഇവരുടെ എങ്ങനെ ഭൂരിപക്ഷം എങ്ങനെ കുറയ്ക്കാം, ശശി തരൂരിന്റെ അല്ലെങ്കിൽ ദിവാകരന് കിട്ടുന്ന വോട്ടുകൾ പരമാവധി കുറച്ചുകൊണ്ട് അവർ വല്ലാതെ പിന്നിൽ പോകുന്നു. കഴിഞ്ഞ വർഷം വല്ലാതെ പിന്നിൽ പോകുന്ന അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഒരുവിധം അവർക്ക് അവരുടെ അടുത്ത് നിൽക്കുന്ന മറ്റ് 2 മുന്നണികളോടും അടുത്ത് നിൽക്കാൻ കഴിയുന്ന ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കുക, അതിനുള്ള ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും അതിശക്തമായി തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായതിന്റെ കൂടി ഫലമാവണം ഈ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഏകദേശം ഈ ബൂത്തുകൾ, ഇവിടെ 6 ബൂത്തുകളാണുള്ളത്. ഈ 6 ബൂത്തുകളിലും ഏകദേശം 40% പോളിംഗ്, ഏകദേശം അനൗദ്യോഗിക കണക്കനുസരിച്ച് നമ്മൾ ലഭിക്കുകയാണെങ്കിൽ 40% പോളിംഗ് കടന്നു കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവർ എത്തുന്നത്. അവർ കൂടി എത്തുന്നതോടുകൂടി ഈ പോളിംഗ് വലിയ ഒരു ശതമാനത്തിലേക്ക്, അല്ലെങ്കിൽ 85-90 അടക്കം എത്താൻ, അല്ലെങ്കിൽ എന്തായാലും 80 മുകളിൽ കടക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തീരദേശ മേഖലയുടെ പതിവ് കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷം ഈ കിരൺ പറഞ്ഞ അനൗദ്യോഗിക കണക്ക് പ്രകാരം ഇപ്പോൾ 40% മുകളിലായി എങ്കിൽ വ്യക്തമാണ് അത് 80 മുകളിലേക്ക് പോവുക തന്നെ ചെയ്യും. കാരണം അത്രയും ശക്തമായ പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓരോ മണിക്കൂറും നമുക്ക് കൃത്യമായ